Module 5 Personal Selling. Types of personal selling. There are different types of personal selling. First one പറയുന്നത് negotiations. Personal selling is effected through negotiation to arrive at an agreement on the price and other terms and conditions of sales. In negotiated exchange, price and other terms are set via bargaining behavior. Although price is the most frequently negotiated issue. Other issues include quality of goods and services offered, purchase volume, responsibility of financing, risk taking and product safety. ഇവിടെ നെഗോസിയേഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ഒരു പേഴ്സണൽ സെല്ലിംഗ് ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സൺ നമ്മുടെ വീട്ടിൽ വന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നമ്മളോട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പ്രൈസ് ഏറ്റവും കുറച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കും അല്ലേ. ഒരു പ്രോഡക്റ്റ് നമ്മൾ കടയിൽ പോയി വാങ്ങുന്നത് പോലെയല്ല, ഡയറക്റ്റ് അവരുടെ സെയിൽസ് പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്കറിയാം അത് പ്രൈസ് ഒറിജിനൽ പ്രൈസിൽ നിന്ന് നമുക്കതിൽ കുറവ് കിട്ടും അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നെഗോസിയേറ്റഡ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് ഈ ഒരു ടൈപ്പ് പറയുന്നത്. ഇവിടെ പ്രൈസ് നെഗോസിയേറ്റ് ചെയ്യാം, അതുപോലെ അതർ ടേംസ്, അതായത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്, ദെൻ അത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിൽ നെഗോസിയേഷൻസ് പറയാം, ദെൻ പർച്ചേസ് വോളിയം ക്വാണ്ടിറ്റി പറയാം, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻസിങ്, അതായത് ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ, ദെൻ റിസ്ക് ടേക്കിംഗ്, ദെൻ പ്രോഡക്റ്റ് സേഫ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് പ്രൈസുമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ടേംസിലും കണ്ടീഷൻസിലും നമ്മൾക്ക് നെഗോസിയേഷൻസ് ചെയ്യാം. അങ്ങനെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ നെഗോസിയേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന സെല്ലിംഗ് ആണ് ഈ ഒരു നെഗോസിയേഷൻസ് എന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് സെല്ലിംഗ് സ്ട്രാറ്റജി. Personal selling operations involve selling strategy and planning. Selling strategy is more effective than negotiations. It involves determining personal selling objectives, sales policies, formulation of sales strategies, determining the selling appropriation, and the management of sales force. Consumers have different needs and the salesperson has to adopt different selling strategies to address those needs. ഇവിടെ സെല്ലിംഗ് സ്ട്രാറ്റജി, ഏത് ടൈപ്പ് ഓഫ് സെല്ലിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ പേഴ്സണൽ സെല്ലിംഗ് ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ദെൻ സെയിൽസ് പോളിസീസ്, എന്തൊക്കെ പോളിസീസാണ് നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ദെൻ ഫോർമുലേഷൻ ഓഫ് സെയിൽസ് സ്ട്രാറ്റജി, നമ്മൾ ഏത് സെയിൽസ് സ്ട്രാറ്റജിയാണ് നമ്മൾ പറഞ്ഞു, പുഷ് സ്ട്രാറ്റജി, പുൾ സ്ട്രാറ്റജി, കോമ്പിനേഷൻ സ്ട്രാറ്റജി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേത് സ്ട്രാറ്റജിയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത്, ദെൻ ഡിറ്റർമൈനിങ് സെല്ലിംഗ് അപ്രോപ്രിയേഷൻ ഡിസൈഡ് ചെയ്യുക, ദെൻ മാനേജ്മെൻറ്റ് ഓഫ് സെയിൽസ് ഫോഴ്സിനെ മാനേജ് ചെയ്യുക. സെയിൽസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സെയിൽസ് പേഴ്സൺസിൻ്റെ നമ്മൾ പറഞ്ഞു ഓരോ ഏരിയയിലും ഓരോ സെയിൽസ് പേഴ്സൺസിനെ ആയിരിക്കും, അപ്പോൾ സെയിൽസ് ഫോഴ്സിനെ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ദെൻ കൺസ്യൂമേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ദ സെയിൽസ് പേഴ്സൺ ഹാവ് ടു അഡോപ്റ്റ് ഡിഫറെൻറ്റ് സെല്ലിംഗ് സ്ട്രാറ്റജി ടു അഡ്രസ് ദോസ് നീഡ്സ്. ഓരോ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അഡോപ്റ്റ് ചെയ്യുന്ന സെല്ലിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് ഉള്ളതായിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് AIDS approach. This approach is very popular in sales. It includes attention, interest, desire, action and satisfaction. It is a buyer's oriented formula because it emphasizes the customer's needs and problems. അപ്പോൾ ഇവിടെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക, ഫസ്റ്റ് തന്നെ പ്രോഡക്റ്റിൻ്റെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക, ദെൻ അത് വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ അത് വാങ്ങാൻ ഡിസയർ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ലാസ്റ്റ് പറയുന്നത് ആക്ഷൻ എന്ന് പറയുമ്പോൾ അത് പർച്ചേസ് ചെയ്യുക, പ്രോഡക്റ്റ് കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നത്, പിന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, ഈ എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഇവിടെ ബയ്യർ ഓറിയൻറ്റഡ് അപ്രോച്ചാണ് അല്ലേ, നമ്മൾ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ബയ്യേഴ്സിനെയാണ്, കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനെയാണ് നമ്മളിവിടെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ദ ഫസ്റ്റ് ഗോൾ ഇസ് ടു സെക്യൂർ അറ്റൻഷൻ ഓഫ് ദ കൺസ്യൂമർ. കസ്റ്റമറുടെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക, പ്രോഡക്റ്റിന് പ്രോഡക്റ്റിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ഗോൾ ഇസ് ഗെയിനിങ് ഇൻട്രസ്റ്റ്, ദെൻ അവരിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചൊരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ടു അറോസ് ഡിസയർ ഉണ്ടാക്കുക, അത് വേണം എന്നുള്ള ഒരു ഡിസയർ അവരിൽ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഫോർത്ത് ഗോൾ ഇസ് ടു ഇൻഡ്യൂസ് ആൻ ആക്ഷൻ, അതായത് അത് അവർ ബൈ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി, ബൈ എന്ന ഒരു ആക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാം. സാറ്റിസ്ഫാക്ഷൻ ബൈ റീഅഷ്യൂറിങ് ദ കൺസ്യൂമർ ദാറ്റ് ഹിസ് ഡിസിഷൻ ഇസ് കറക്റ്റ്. അവരുടെ ഡിസിഷൻ, അതായത് അത് പർച്ചേസ് ചെയ്യാനുള്ള ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ അവരിൽ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ലീഡ്സ് ടു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അപ്പോൾ AIDA അപ്രോച്ചിൽ അതാണ് പറയുന്നത്, അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ, ദെൻ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് വരുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് മോഡൽ പറയുന്നത് സെയിൽസ് പേഴ്സൺ പ്രൊവൈഡ്സ് എ സ്റ്റിമുലി ടു പർച്ചേസ് ത്രൂ ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻ.
Thus, words and actions of the salesperson may result in a favorable response from the consumer പർച്ചേസിങ് ദ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ ഫേവറബിൾ റെസ്പോൺസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയുന്ന ആക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ്. ഇവിടെ അവർക്ക് അത് വാങ്ങാനുള്ള ഒരു സ്റ്റിമുലി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലി ഉണ്ടാക്കുക, അതായത് അത് വാങ്ങാനുള്ള ഒരു ഡിസയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്റ്റിമുലസ് റെസ്പോൺസ് മോഡലിൽ വരുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് പേഴ്സൺസിൻ്റെ ആക്ഷൻസും അവരുടെ വേർഡ്സും കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ഒരു മോട്ടിവേഷൻ കസ്റ്റമേഴ്സിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആണ് ഇത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ടൈപ്പ് ഓഫ് സെയിൽസ് പേഴ്സൺസ് ആണ്. ഫസ്റ്റ് പറയുന്നത് there are different types of salespersons. Some salespersons are more successful than others because they understand what type of salesperson they are and how to utilize their personality traits. Then the following are the common type of salespersons. അപ്പോൾ salespersons ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് salespersons ഉണ്ട്. അവർ മറ്റൊരിൽ നിന്നും സക്സസ്ഫുൾ ആവുന്നത്, മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ സക്സസ്ഫുൾ ആവുന്നത് അവർക്ക് അവരുടെ കോമ്പറ്റേറ്റീവ്നെസ് അറിയാം, അതുപോലെ അവരുടെ വീക്ക്നെസ്സും അറിയാം, അവരുടെ സ്കിൽസ് എന്താണ് എന്നുള്ളതും അറിയാം, അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അവർക്കറിയാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഇവർ ടൈപ്പ് ഓഫ് സെയിൽസ് പേഴ്സൺസ് എന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ട്രാൻസാക്ഷണൽ പറയുന്നത് ഇറ്റ്സ് എ സെയിൽസ് പേഴ്സൺ ആർ ദാറ്റ് ഈസ് ഹൂ വെയിറ്റ് ഫോർ ദ ട്രാൻസാക്ഷൻ ടു മേക്ക് ദെയർ സെയിൽസ്. That is, they are order takers because they passively sit by waiting for the sales to come to them. Most of these salespersons work in a retail environment where the primary objective is to help the buyer to find the product is already looking for and then close the sales. ഇവിടെ പറയുന്നത് മെയിനായിട്ട് അവരുടെ ജോബ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന, ഓൾറെഡി ആ ഒരു പ്രോഡക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന ആ കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ സെയിൽസ് ക്ലോസ് ചെയ്യുക, അതായത് അവർക്ക് പർച്ചേസിനുള്ള അതിൻ്റെ ടേംസ് ആൻഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ട്രാൻസാക്ഷനിൽ വരുന്നുള്ളൂ. ഇവിടെ ജസ്റ്റ് an ഓർഡർ ടേക്കറാണ് ഈ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. അയാൾ ഓരോരുത്തരായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനൊന്നും കൊടുത്ത് അവരെ കൊണ്ട് അത് ബൈ ചെയ്യിപ്പിക്കുന്നില്ല. ഓൾറെഡി ഒരു പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് വരുന്ന കസ്റ്റമറിന് ആ പ്രോഡക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിലേഷണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇറ്റ് മേക്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് സെയിൽസ് പേഴ്സണും കസ്റ്റമറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റിലേഷണൽ സെയിൽസ് പേഴ്സൺ ഇസ് ഗുഡ് അറ്റ് ക്വിക്ക്ലി ബിൽഡിംഗ് റെപ്പോർട്ട് വിത്ത് ദ കസ്റ്റമർ ആൻഡ് ഗെറ്റ് സെയിൽസ് ബിക്കോസ് ബയർ ലൈക്സ് ഹിം. അപ്പോൾ അയാളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അയാളും ആ ബയറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ് അവിടെ സെയിൽസ് നടക്കുന്നത്. A relational salesman establishes long-term relationship with the customer that brings the customer back for repeated business. അപ്പോൾ അയാളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. ആ റിലേഷൻഷിപ്പിലൂടെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിലൂടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് റിലേഷനിൽ വരുന്നത്. അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മേക്കിംഗ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ്ഡ് സെയിൽസ് ഫോർ ദ പ്രോഡക്റ്റ്. ഓക്കെ, then next ആണ് closers. A larger number of sales force is different industries as closers. They always try to close the deal on a sales. This type of salesperson constantly leads the customer towards the goal of closing the deal. The immediate goal of this salesman is to close the sales. Relationship with the customer is secondary for them. അപ്പോൾ ക്ലോസേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മൾ പറഞ്ഞ ട്രാൻസാക്ഷൻ പോലെ തന്നെയാണ്. ഇവിടെ ഡീല് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് നടത്തുക എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു സെക്കൻഡറി ടാസ്ക് മാത്രമാണ്, അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള ഒരു മോട്ടീവ് മാത്രമാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക, പർച്ചേസ് നടത്താനായിട്ട് കസ്റ്റമറുമായിട്ട് ഒരു കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ, അവിടെ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ മോട്ടീവ്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അവിടെ കസ്റ്റമറായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അവരെ സെയിൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരെ
ഇൻഡ്യൂസ് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. ആർ സെയിൽസ് പേഴ്സൺസ് ഹു നോ ഹൗ ടു ക്ലോസ് ദ ഡീൽ ആൻഡ് ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസ് നടത്താനായിട്ട് അതിന് ഇൻഡ്യൂസ് ചെയ്യിക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അതിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. ദെൻ കൺസൾട്ടൻസ് ഹാസ് സുപ്പീരിയർ ഫോർ ലിസണിങ് സ്കിൽ ആൻഡ് ആർ പേഷ്യൻറ്റ് വിത്ത് ദ കസ്റ്റമർ. അപ്പോൾ ലിസണിങ് സ്കില്ല്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ലിസൺ ചെയ്യാനും അതിനനുസരിച്ച് അവർക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസൾട്ടൻസ് എന്ന് പറയുമ്പോൾ ബോത്ത് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഡീല് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ചാണ്. നമ്മൾക്കറിയാം പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് കസ്റ്റമേഴ്സിനെ ആയിരിക്കും. ഓൾ പേഴ്സണൽ സെല്ലിംഗ് എഫേർട്ട് മസ്റ്റ് ബി കസ്റ്റമർ സെൻട്രിക്. ദെൻ ഇൻ ദ കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് ദ സെയിൽസ് ഫോഴ്സ് ഇസ് നോട്ട് ട്രൈങ് ടു മാനിപ്പുലേറ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്രോഡക്ട്സ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു അപ്രോച്ചിൽ ആ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ട്രസ്റ്റ് കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ അറ്റൻഷൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഇവിടെ. Trying to determine what the customer want and match an appropriate solution to the problem. അപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സ് സെൻട്രിക് ആണ് അല്ലെങ്കിൽ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെയിൽസ് അപ്രോച്ച് സെല്ലിംഗ് അപ്രോച്ചാണ്. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ മാച്ച് ചെയ്യാനുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം എന്താണോ, പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ അവർ ഏതൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണോ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, ആ ഒരു പ്രോഡക്റ്റിനെ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർക്കത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ചിൽ ഒരു സെയിൽസ് പേഴ്സൻ്റെ മെയിനായിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. For this, the salesperson must know and understand the customer first and then serve them with the product that exactly matches his requirements. അപ്പോൾ ആദ്യം തന്നെ കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുക, ദെൻ അതിനുശേഷം അവരുടെ റിക്വയർമെൻറ്റ്സിന് കറക്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ അവർക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ഫസ്റ്റ് പറയുന്നത് കസ്റ്റമർ സെൻട്രിക് ആണ്, അതായത് കസ്റ്റമറാണ് അവിടെ കിങ്. കസ്റ്റമറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെല്ലിംഗ് എഫേർട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെല്ലിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾക്കറിയാം. ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമർ ഇസ് അനദർ മേജർ പ്രിൻസിപ്പിൾ ഓഫ് പേഴ്സണൽ സെല്ലിംഗ്. This will help companies to make repeated dealings with the customer. Salesforce has to maintain profitable long-term relationship with the customer by creating superior customer value and satisfaction. ഇവിടെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് കസ്റ്റമറായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രോഡക്റ്റിനെ പർച്ചേസ് ചെയ്യാൻ അവരെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കസ്റ്റമറായിട്ട് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. കസ്റ്റമറിന് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറിച്ചൊരു ഗുഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിലൂടെ കസ്റ്റമേഴ്സിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് കസ്റ്റമറിനെ അത് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊഫഷണലിസം. പേഴ്സണൽ സെല്ലിംഗ് മസ്റ്റ് ബി എഫക്റ്റീവ് ആൻഡ് ഈക്വലി ബെനിഫിഷ്യൽ ടു ബോത്ത് ദ കമ്പനി ആൻഡ് ദ കസ്റ്റമർ. ഇറ്റ് ഷുഡ് ബി വൺ ദാറ്റ് exclusively meant for the benefit of the company. The customer should get the right product and the company should get the sufficient profit. അതായത് ഇവിടെ പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കമ്പനിയെയാണ്. ഒരു കമ്പനിയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഓർഗനൈസേഷൻ ഏതാണോ അതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഈക്വലി നമ്മൾക്ക് പറയാം കസ്റ്റമറിനെയും അതുപോലെ കമ്പനീനെയും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. കസ്റ്റമേഴ്സിന് അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കറക്റ്റ് പ്രോഡക്റ്റും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റും ഇതിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഇൻ എ പ്രൊഫഷണൽ മാനർ വിച്ച് ഈസ് ഫ്രീ ഓൾ അനോമലസ്. ദെൻ ദ സെയിൽസ് ഫോഴ്സ് ഹാസ് ടു യൂസ് ട്രൂത്ത്ഫുൾ നോൺ മാനിപ്പുലേറ്റീവ് ടാറ്റിക്സ് ടു സാറ്റിസ്ഫൈ ദ ലോങ് ടേം നീഡ്സ് ഓഫ് ബോത്ത് ദ കസ്റ്റമർ ആൻഡ് ദ സെല്ലിംഗ് ഫേം. ഇവിടെ പ്രൊഫഷണലിസം, അതായത് അവരുടെ പ്രൊഫഷണലിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. ഓക്കെ, ഈക്വലി കസ്റ്റമറിനും ഫേമിനും ബെനിഫിറ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള സെല്ലിംഗ് ആയിരിക്കണം നടക്കേണ്ടത്.
അതുപോലെ തന്നെ സെയിൽസ് ഫോഴ്സിന് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, അതുപോലെ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതിൽ അൺഓർഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഫെയ്ത്ത്ഫുള്ളായിട്ട് തന്നെ അവരെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എഫക്റ്റീവ് ഓർഗനൈസേഷൻ. ദെൻ എഫക്റ്റീവ് ഓർഗനൈസേഷനിൽ പറയുന്നത് ഇസ് റിക്വയർഡ് ഇൻ സെറ്റിംഗ് ഓഫ് ഡെയിലി സെയിൽസ് ഗോൾസ് ആൻഡ് ആക്ടിവിറ്റീസ്, ഡോക്യുമെൻറ്റേഷൻ ഓഫ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് കസ്റ്റമർ മീറ്റിംഗ്. ഇവിടെ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു കറക്റ്റ് ഓർഗനൈസേഷൻ വേണം. ഓക്കെ, സെയിൽസ് ഗോൾസ് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കണം. ദെൻ കസ്റ്റമർ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം. കസ്റ്റമർ മീറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ ഡിസോർഗനൈസേഷൻ മേ റിസൾട്ട് ഇൻ ലോസ്റ്റ് ഡീൽസ് ആൻഡ് സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസോർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് അല്ലാത്ത രീതിയിൽ, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലാത്ത രീതിയിലാണ് നമ്മളിതൊക്കെ ഒരു ഓർഡർ ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സെയിൽസ് ഡീൽസ് ലോസ് ആവാനും അതുപോലെ സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവാനും chance ഉണ്ട്. It can also causes lack of preparation for sales meeting which can disturb clients and result in higher stress. അപ്പോൾ ഡിസോർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മീറ്റിങ്ങുകളെ അത് ഡിസ്റ്റർബ് ചെയ്യണം. അതായത് ഷെഡ്യൂൾഡ് അല്ലാത്ത രീതിയിലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ലയൻസിനും അത് ഒരു ഡിസ്റ്റർബൻസ് ആവുകയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒരു ഫ്യൂച്ചറിനെയും അത് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് consultative selling. It is the process of helping the customer to meet their needs by using the product, services and expertise of the organization. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ എക്സ്പെർട്ടൈസ്, അതായത് അതിന് കൊടുക്കാൻ പറ്റുന്ന ആ ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The salesman act as a consultant and helping the customers to choose the right product. ഇവിടെ സെയിൽസ് പേഴ്സൺ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട്, നമ്മൾ പറഞ്ഞു കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ സെയിം ടൈം തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ആ ഒരു ഓർഗനൈസേഷന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം കൺസൾട്ടേറ്റീവ് സെല്ലിങ്ങിൽ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ആണ് better customer knowledge. Information about customers should be gathered over time and from different sources. This helps a salesperson to determine the customer needs to better serve them. അപ്പോൾ കസ്റ്റമറിനെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ പറയുന്നത്. കസ്റ്റമറിൻ്റെ ടേസ്റ്റിലും പ്രിഫറൻസസിലും ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നീഡ്സും റിക്വയർമെൻറ്റ്സും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ അവർ പല ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നും അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, അതുപോലെ അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് അവർക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, കസ്റ്റമർ ഓറിയൻറ്റേഷൻ. The sales force has to give maximum possible importance to the interest of customers. They have to treat customer needs as their own. ഇവിടെ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കണം. നമ്മൾ പറഞ്ഞു, നമ്മൾ മെയിനായിട്ട് കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടാണ് സെല്ലിങ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമ്മളുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുള്ളൂ. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് സെയിൽസ് പേഴ്സൻ്റെ സ്വന്തം റിക്വയർമെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട്, അതായത് നമ്മളവർക്ക് ചെയ്യുന്ന കാര്യം നമ്മളുടെ ആവശ്യത്തിനാണ്, അല്ലെങ്കിൽ നമ്മളാണ് അവരുടെ ഭാഗത്ത്, കസ്റ്റമറുടെ ഭാഗത്ത് നമ്മൾ നിന്നുകൊണ്ട് ചിന്തിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് കസ്റ്റമർ ഫോക്കസ്ഡ് സെയിൽസ് ഡയലോഗ്. സെയിൽസ് ഡയലോഗ് ഷുഡ് ബി കസ്റ്റമർ ഫോക്കസ്ഡ് ആൻഡ് ഹാവ് എ ക്ലിയർ പർപ്പസ്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും റിക്വയർമെൻറ്റും അനുസരിച്ച് വേണം നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത്, പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ സമയത്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ നീഡ്സിനെ ഗ്യാദർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. ദെൻ അഡാപ്റ്റീവ് സെല്ലിംഗ്. ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് സെയിൽസ് പീപ്പിൾ ടു alter their sales message and behavior as they encounter different sales situations. അപ്പോൾ നമ്മൾക്കറിയാം പല കസ്റ്റമേഴ്സിനും പല ടൈപ്പ് ഓഫ് നീഡ്സ് ആണ്, അവരുടെ ടേസ്റ്റും ബിഹേവിയേഴ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനെ അറിഞ്ഞുകൊണ്ട് അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് സെയിൽസ് പേഴ്സൺസിന് അവരുടെ മെസ്സേജുകളും അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഇൻഫർമേഷനിലും ചേഞ്ച് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് അങ്ങനെയുള്ള രീതിയിൽ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് പേഴ്സണൽ സെല്ലിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. താങ്ക് യു.